Hi everyone, a warm welcome to Indo Learning. നമുക്കിന്ന് SSLC ഇംഗ്ലീഷിൽ മികച്ച മാർക്ക് നേടിത്തരുന്ന ലെറ്റർ റൈറ്റിംഗ് പരിചയപ്പെടാം. The golden topic letter. ലെറ്റർ രണ്ട് തരത്തിലുണ്ട്. ഫോർമൽ ലെറ്റർ, ഇൻഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്നാൽ ഒഫീഷ്യൽ ആവശ്യത്തിന് എഴുതുന്ന കത്ത്, അതായത് ഔദ്യോഗിക കത്ത്. അതിന് ഒഫീഷ്യൽ ലെറ്റർ എന്ന ഒരു പേർ കൂടിയുണ്ട്. ഇൻഫോർമൽ ലെറ്റർ അഥവാ പേഴ്സണൽ ലെറ്റർ, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം എഴുതുന്ന കത്ത്, അനൗദ്യോഗിക കത്ത്. ഇനി നമ്മൾ ലെറ്റർ പഠിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ അഥവാ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. നമ്പർ 1, ഇപ്പോൾ ലെറ്റർ തയ്യാറാക്കുന്നത് കമ്പ്യൂട്ടർ ഫോർമാറ്റിലാണ്. ഈ ഫോർമാറ്റിൽ നമ്മൾ കത്തുകൾ എഴുതുമ്പോൾ എല്ലാം ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങണം. നമ്പർ 2, ലെറ്ററിനെ മനോഹരമാക്കാൻ ഒരു ലേ ഔട്ട് വരയ്ക്കണം. ഇതാണ് ലേ ഔട്ട്. ഇതുപോലെ ഒരു ലേ ഔട്ട് വരയ്ക്കണം. നമ്പർ 3, നിങ്ങളുടെ ഐഡന്റിറ്റി അഥവാ വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന ഒന്നും തന്നെ പബ്ലിക് എക്സാമിൽ എഴുതാൻ പാടില്ല. അതായത് നിങ്ങളുടെ അഡ്രസ്, ഫോൺ നമ്പർ മുതലായവ. ഇനി നമുക്ക് ലെറ്ററിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ലെറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ ഫോർമാറ്റ് ആണ്. നമുക്ക് ആദ്യം ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് നോക്കാം. ഇതാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ്. ഇതിൽ പ്രധാനമായും 7 സ്റ്റെപ്സുകളുണ്ട്. നമുക്കിത് മെമ്മറിയിൽ സൂക്ഷിച്ചുകൊണ്ട് ഓരോന്നായി നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, യുവർ അഡ്രസ്. നിങ്ങളുടെ അഡ്രസ് ഓർക്കുക. ഡോണ്ട് റൈറ്റ് യുവർ നെയിം. ദാറ്റ് മീൻസ് നോ നെയിം, പേരില്ലാതെ അഡ്രസ് മാത്രം എഴുതുക. സ്റ്റെപ്പ് നമ്പർ 2, ഡേറ്റ്. കത്തെഴുതുന്ന ദിവസത്തെ ഡേറ്റ് എഴുതുക. ഫസ്റ്റ് ഡേ എഴുതണം. 10th, 12th, 20th മുതലായവ. ദെൻ മന്ത്, മാസം എഴുതണം. മാർച്ച്, മെയ്, ജൂൺ. നമ്മുടെ പബ്ലിക് എക്സാം എല്ലാ വർഷവും മാർച്ചിലാണ് വരാറുള്ളത്. അതുകൊണ്ട് നമുക്ക് മാർച്ച് എന്ന് എഴുതാം. ദെൻ ഇയർ, വർഷം. 2025, 2026. സ്റ്റെപ്പ് നമ്പർ 3, സല്യൂട്ടേഷൻ. അതായത് അഭിസംബോധന ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്ററിൽ അഭിസംബോധന ചെയ്യുക? നമ്മൾ ആദ്യം ഡിയർ എന്നെഴുതിയതിനു ശേഷം ആർക്കാണോ കത്തെഴുതുന്നത് അവരുടെ പേരെഴുതുക. അതിനുശേഷം ഒരു കൊമ നിർബന്ധമായും ചേർക്കുക. അതായത് റിസീവേഴ്സ് നെയിം, കത്ത് സ്വീകരിക്കുന്ന ആളുടെ പേരാണ് ഡിയറിന് ശേഷം എഴുതേണ്ടത്. സ്റ്റെപ്പ് നമ്പർ 4, ബോഡി ഓഫ് ദി ലെറ്റർ. ഒരു ലെറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിന്റെ ബോഡി. ഇതിന് 3 പാർട്സുകളുണ്ട്. ഫസ്റ്റ് 1, ഇൻട്രൊഡക്ഷൻ, അതായത് ആമുഖം. തുടക്കത്തിൽ നമ്മൾ എഴുതുന്ന 3-4 സെന്റൻസസ്. സെക്കൻഡ് 1, മെയിൻ കണ്ടന്റ്, പ്രധാന ഭാഗം. ഈ ഭാഗം നമ്മുടെ എക്സാം ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി എഴുതേണ്ടതാണ്. തേർഡ് 1, കൺക്ലൂഡിംഗ്, ഉപസംഹാരം, അതായത് കത്തിന്റെ അവസാനം എഴുതുന്ന സെന്റൻസുകൾ. സ്റ്റെപ്പ് നമ്പർ 5, ക്ലോസിംഗ് ഫ്രേസ്, അതായത് ഇതിന് മറ്റൊരു പേരുണ്ട് സബ്സ്ക്രിപ്ഷൻ. ലെറ്റർ അവസാനിപ്പിക്കുന്ന വാക്ക്. നമ്മൾ ഈ വാക്കിലാണ് ലെറ്റർ അവസാനിപ്പിക്കുന്നത്. എന്താണ്? വിത്ത് ലവ്, സ്നേഹത്തോടെ. അതിനുശേഷം നിർബന്ധമായും കൊമ ചേർക്കണം. ഇനി നമുക്ക് വേണമെങ്കിൽ യുവേഴ്സ് ലവിംഗ്ലി എന്നോ യുവേഴ്സ് എഫെക്ഷനേറ്റ്ലി എന്നോ എല്ലാം എഴുതാം. സ്റ്റെപ്പ് നമ്പർ 6, എസ് ഡി എന്ന് ഇതിന് വായിക്കരുത്. ഇത് വായിക്കേണ്ടത് സൈൻഡ് എന്നാണ്. അതായത് സൈൻഡ് എന്നതിന്റെ ഷോർട്ട് രൂപമാണ് SD എന്നെഴുതിയത്. ഇവിടെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നോ സൈനിങ്. ദാറ്റ് മീൻസ് ഡോണ്ട് സൈൻ, ഒപ്പ് ഇടരുത്, അതായത് സൈൻ ചെയ്യരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, സ്റ്റെപ്പ് നമ്പർ 7, യുവർ നെയിം, നിങ്ങളുടെ പേര്. വളരെ സിമ്പിളായി നമുക്ക് ഈ 7 സ്റ്റെപ്സുകളും പഠിച്ചെടുക്കാം. ഇനി ഇത് പഠിച്ചതിന് ശേഷം
ഏത് ഇൻഫോർമൽ ലെറ്റർ വന്നാലും നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ, യുവർ അഡ്രസ്, നിങ്ങളുടെ അഡ്രസ് ഓർത്തു വെക്കണം, വിത്തൗട്ട് നെയിം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു അഡ്രസ് ഇവിടെ എഴുതുക, ഗോൾഡൻ ഹിൽ, SN സ്ട്രീറ്റ്, പൂനെ. അതിനുശേഷം നമ്മുടെ മെമ്മറിയിൽ എന്താണുള്ളത്? യെസ്, ഡേറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ഡേ എഴുതുക, പിന്നീട് മന്ത് എഴുതുക, പിന്നീട് ഇയർ എഴുതുക. 12th മാർച്ച് 2025. നെക്സ്റ്റ് സല്യൂട്ടേഷൻ ആണ്. ഇൻഫോർമൽ ലെറ്റർ നമ്മൾ സാധാരണയായി ഡിയറിലാണ് തുടങ്ങി അതിനുശേഷം ആർക്കാണോ കത്തയക്കേണ്ടത് റിസീവേഴ്സിന്റെയും എഴുതും. അതിനുശേഷം കൊമയിടാൻ മറക്കരുത്. ഡിയർ അരുൺ, കൊമ. നെക്സ്റ്റ് ലെറ്ററിന്റെ ബോഡിയാണ് എഴുതേണ്ടത്. ആദ്യം ഇൻട്രൊഡക്ഷൻ, ആമുഖം. ആമുഖത്തിൽ നമുക്ക് 2-3 സെന്റൻസ് ഇങ്ങനെ എഴുതാം. ഐ ഹോപ്പ് യു ആർ ഡൂയിങ് റിയലി വെൽ. നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ ആം ഡൂയിങ് വെൽ. എനിക്ക് സുഖമാണ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ സംതിങ് വിത്ത് യു. ഞാൻ നിങ്ങളുമായി ഒരു കാര്യം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഒരു 3-4 സെന്റൻസ് ഈ ഭാഗത്ത് എഴുതിയാൽ മതി. പിന്നീട് മെയിൻ കണ്ടന്റ്, പ്രധാന ഭാഗമാണ്. അത് ഒരു കുഞ്ഞു പാരഗ്രാഫിൽ എഴുതുക. എക്സാം ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 4-5 സെന്റൻസസ് എഴുതണം. പിന്നീട് കൺക്ലൂഡിംഗ് ആണ്, ഉപസംഹാരം. കത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ലെറ്റ് മീ എൻഡ് മൈ ലെറ്റർ ഹിയർ. ഇവിടെ ഞാൻ എന്റെ കത്ത് നിർത്തട്ടെ. പ്ലീസ് ഗിവ് മൈ റിഗാർഡ്സ് ടു എവരിവൺ. എല്ലാവരോടും എന്റെ അന്വേഷണം പറയൂ. വെയിറ്റിംഗ് ടു ഹിയർ ബാക്ക് ഫ്രം യു. നിങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു. ഇത്രയും എഴുതിയാൽ ഒരു കത്തിന്റെ ബോഡിയായി. പിന്നീട് നമ്മൾ ക്ലോസിംഗ് ഫ്രേസ് ആണ് എഴുതേണ്ടത്. നമുക്കതെങ്ങനെ എഴുതാം? വിത്ത് ലവ് എന്നെഴുതി ഒരു കൊമ ചേർക്കാം. ഇനി നിങ്ങൾക്ക് യുവേഴ്സ് ലവിംഗ്ലി എന്നെഴുതി കൊമ ചേർക്കാം. യുവേഴ്സ് എഫെക്ഷനേറ്റ്ലി എന്നെഴുതി കൊമ ചേർക്കാം. പിന്നീട് നമ്മൾ സിഗ്നേച്ചറിന് പകരം എന്താണ് എഴുതേണ്ടത്? SD എന്ന് പറയാൻ പാടില്ല, സൈൻഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ SD എന്നെഴുതി ഒരു സ്ലാഷ്, ഒരു ചരിഞ്ഞ വര വരച്ച് ഒരു ഹൈഫണും ചേർക്കുക. അതിനുശേഷം യുവർ നെയിം, നിങ്ങളുടെ പേര് എഴുതുക. ഈ ലെറ്റർ നമുക്ക് ഏത് ഇൻഫോർമൽ ലെറ്റർ വന്നാലും എഴുതാം. മെയിൻ കണ്ടന്റ്, അതായത് മിഡിലുള്ള പാരഗ്രാഫ് നമ്മൾ ക്വസ്റ്റ്യനെ അടിസ്ഥാനമാക്കി എഴുതണം. എല്ലാവരും ഈ ഫോർമാറ്റ് നന്നായി പഠിച്ചു വെച്ച് ഈ ലെറ്ററിന്റെ മാതൃക മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ബൈ, സി യു നെക്സ്റ്റ് ടൈം.